ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 50 സ്വാഗതം. അർജുൻ്റെ കാർ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു കുഞ്ഞുമോൾ വെപ്രാളപ്പെട്ടു ഉമ്മറപ്പടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൻ ഇവിടെ നിന്ന് പോയ കാറിലല്ല തിരികെ വരുന്നത്. ഉമ്മറപ്പടിയിൽ ചമ്മറം പടിഞ്ഞിരുന്നു. മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോപ്കോൺ നിറച്ച പാത്രം പാവടയിൽ വെച്ച് കഴിച്ചു കൊണ്ടിരിക്കുന്നവൾ ആ ചാടി എഴുന്നേൽക്കലിൽ അതെല്ലാം താഴെ വീണു പോയിരുന്നു. എന്താ കുഞ്ഞുമോളെ ഇത്, പേടിച്ചു പോയോ? കുഞ്ഞുമോൾ എഴുന്നേറ്റപ്പോൾ മുല്ലപ്പൂ പോലെ എന്തോ പാത്രത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത് നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങുന്നതിനിടെ അർജുൻ ചോദിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു. കുട്ടിയോളപ്പിടുത്തക്കാരാന്നാ വിചാരിച്ചത്. കുഞ്ഞുമോളുടെ ആ തുറന്നു പറച്ചിലിൽ അവനും ഒന്ന് വിളറിപ്പോയിരുന്നു. എന്തൊക്കെയാ കൊച്ചേ നിന്റെ വായിൽ നിന്ന് വരുന്നേ? ത്രേസ്യ കുഞ്ഞുമോളോട് ശാസനയോടെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു. അർജുൻ അവരെ തലയുയർത്തി നോക്കി. മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട്. അത് കണ്ടു അവൻ്റെ മിഴികൾ വിടരുകയും ആത്മസംതൃപ്തിയിൽ മനം കുളിരുകയും ചെയ്തു. അമ്മച്ചിയുടെ മാറ്റം നയന പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടെങ്കിലും അനുഭവിക്കുമ്പോൾ വേറൊരു അനുഭൂതിയാണല്ലോ. മോൻ വാ. ത്രേസ്യ അവനിരിക്കാനുള്ള കസേര നേരെ ഇട്ടു. അച്ചായൻ അമ്മച്ചിയെ കാണാൻ പോയേക്കുവാ. നയന കിടക്കുവാ. അവൾക്കെന്തോ ധീനം എന്നൊക്കെ പറഞ്ഞു. അവൻ ചോദിക്കാതെ തന്നെ വിവരങ്ങൾ പറഞ്ഞു. എന്നാൽ നയനയുടെ കാര്യം പറയുന്നത് ജാള്യതയോടെ അവർ സാരിത്തലപ്പ് കഴുത്തിൽ തുടച്ചുകൊണ്ടാണ്. അവൾക്കെന്താ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. പറയുകയും ഒറ്റ കുതിപ്പിന് അവളുടെ മുറിയിലേക്ക് പോകുകയും ചെയ്തവൻ. ഇതെന്തൊരു കൂത്ത് എന്നൊരു ഭാവത്തോടെ ത്രേസ്യ അവിടെ തരിച്ചു നിന്നു. കുഞ്ഞുമോൾ തുള്ളിച്ചാടി അവൻ്റെ കൂടെ പോവാൻ തുനിഞ്ഞപ്പോൾ ത്രേസ്യ അവളുടെ അരക്കെട്ടിൽ പിടിച്ചവിടെ നിർത്തി. എന്നിട്ട് കണ്ണ് കൂർപ്പിച്ചൊരു നോട്ടവും. ഈ അമ്മച്ചിക്ക് ഇതെന്നാത്തിൻ്റെ സൂക്കേടാ? അവൾ മുഖം വീർപ്പിച്ച് കൈകെട്ടി മുറ്റത്തേക്ക് തന്നെ പോയി. അർജുൻ മുറിയിലേക്ക് കടക്കുമ്പോൾ നയന ഗാഢനിദ്രയിലായിരുന്നു. അവളുടെ മുടിയിഴകൾ അയച്ചിട്ട നിലയിലായിരുന്നു. ഫാനിൽ നിന്നുള്ള കാറ്റ് വീശുന്നുണ്ടെങ്കിലും ഒരു മുടിനാര് പോലും അവളുടെ മുഖത്തേക്ക് വീഴാതെ വിരിപ്പിലാകെ പാറിപ്പറന്ന് കിടക്കുകയായിരുന്നു. പതിയെ അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി. ഫാനിൻ്റെ ഇരച്ചിലിനിടയിലും അവളുടെ ശ്വാസത്തിൻ്റെ താളം അവന് കേൾക്കാമായിരുന്നു. പാറിപ്പറന്ന് കിടക്കുന്ന ആ മുടിയിഴകളിൽ ഒന്നുപോലും മാറ്റാൻ അവൻ തുനിഞ്ഞില്ല. ആ കാഴ്ച അത്രമേൽ മനോഹരമായിരുന്നു. ഇത്രയും നാൾ അവളെ കാണാതിരുന്നതെങ്ങനെയെന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. താൻ ഫോണെടുക്കാതിരുന്നപ്പോൾ അവൾ എത്രമാത്രം ഉരുകിക്കാണുമെന്ന് ചിന്തിച്ചപ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങി. അവളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ 2 പേർക്കിടയിൽ ആയിരുന്നല്ലോ എന്ന ആശ്വാസമായിരുന്നു ആ ഉദാസീനതയ്ക്ക് ആധാരം. ഒരു 2ാം ജന്മം തനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ 2 മനുഷ്യർ തന്നെയല്ലേ അവൾക്ക് കാവൽ? വിറയാർന്ന കരങ്ങളോടെ ആ ഇരിപ്പിൽ കുനിഞ്ഞിരുന്നു അവളുടെ നെറ്റിയിൽ കൈവച്ചു. നയന ഉറക്കത്തിൽ ഒന്ന് കുറുകി മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അപ്പോഴും ആ മുടിയിഴകൾ അവളുടെ മുഖത്തെ മറക്കാതെ ബെഡിലൊരു ചിത്രം പോലെ വിരിഞ്ഞു തന്നെ ഇരുന്നു. അവളുടെ ഗന്ധവും ശ്വാസതാളവും അരികിലുണ്ടെന്നറിഞ്ഞതും നയന പതുക്കെ കണ്ണുകൾ വലിച്ചു തുറന്നു. അത്രമേൽ ക്ഷീണമുണ്ട് ആ മിഴികൾക്ക്. രാവിലെ കിടന്ന കിടപ്പാണ്. അർജുനേട്ടാ. അവൾ കരച്ചിലൂടെ വിളിച്ചുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു അവൻ്റെ തോളിലേക്ക് താട വെച്ച് കിടന്നു. കരയേണ്ട, ഞാൻ വന്നില്ലേ. ക്ഷീണമുണ്ട് നിനക്ക്, കിടക്ക്. അവൻ അവളെ നിർബന്ധിച്ചു അവൻ്റെ മടിയിൽ കിടത്തി. എന്താ എൻ്റെ പെണ്ണിന് അസുഖം? വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. അർജുൻ അവളുടെ നെറ്റിയിൽ വീണ മുടി ഒഴിഞ്ഞു മാറ്റി. പേടിക്കേണ്ട അർജുനേട്ടാ, ഇതെല്ലാ മാസവും വരുന്ന പ്രതിസന്ധി ദിനങ്ങളാ, അവൾ അവൻ്റെ തോളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനോർത്തു മറ്റേതാകുമെന്ന്. അവൻ്റെ ആ പറച്ചിലിൽ കുസൃതി ഒളിഞ്ഞു കിടപ്പുണ്ട്. മറ്റേതോ? അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നയനയ്ക്കും അറിയാം. എന്നാലും അവൻ പറഞ്ഞു കേൾക്കാനൊരു മോഹം. ആ വഷളം ചുവയുള്ള വാക്കുകൾ കേൾക്കാനൊരു രസമൊക്കെയുണ്ട്. ദാ ഇവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായതാകുമെന്ന്. അതിനപ്പുറമൊക്കെയുള്ള മരുന്ന് തന്നതാണല്ലോ
അതങ്ങോട്ട് ഏറ്റില്ലെന്ന് തോന്നുന്നു. അർജുൻ മുഖമൊന്ന് വീർപ്പിച്ച് അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറയുന്നത് കേട്ട് നയന അവൻ്റെ തോളിൽ നിന്ന് തല മാറ്റി അവൻ്റെ കൈകളിൽ തല്ലി. എന്നിട്ട് ആ മീശ പിരിച്ചു. ഹയ്യടാ, മനസ്സിലെ പൂതി കണ്ടില്ലേ? അവൻ്റെ മീശയിലുള്ള പിടിവിടാതെ തന്നെ അവൾ അവൻ്റെ മുഖം ബലമായി വശത്തേക്ക് തിരിച്ചു. ഹാ, മീശ വിടൻ്റെ പെണ്ണേ, നീ അതങ്ങോട്ട് പറിച്ചെടുത്തോ? അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവൻ്റെ മീശയിൽ നിന്നും പിഴുതുമാറ്റപ്പെട്ട രോമങ്ങൾ ദേഷ്യത്തോടെ എറിഞ്ഞുകളഞ്ഞു. നയനപ്പെണ്ണേ, ഒരു ഉമ്മ തടിയതാ ഇവിടെ. അർജുൻ അവളുടെ ഇരു കഴുത്തിലൂടെ കൈയിട്ടു. അല്ലെങ്കിൽ വേണ്ടതാ ഇവിടെ. കൈ മാറ്റിക്കൊണ്ട് അവൻ ചുണ്ടിന് കീഴെ കാണിച്ചു കൊടുത്തു. വിട്, അമ്മച്ചി ഇങ്ങോട്ട് വരും. നയനക്ക് അപ്പോഴാണ് അമ്മച്ചിയൊക്കെ ഓർമ്മ വന്നത്. എടി, നമ്മുടെ പുന്നാര അമ്മച്ചി തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞത്. അർജുൻ ഒറ്റപ്പുരികമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മച്ചി അങ്ങനെ പറയില്ല. എഴുന്നേറ്റ് വന്നേ, ഞാൻ കഴിക്കാൻ എടുക്കാം. നയന എഴുന്നേറ്റതും അർജുൻ അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചു വാതിലിന് പിറകിലെ ഭിത്തിയിൽ ചേർത്ത് പിടിച്ചിരുന്നു. കൊതിയോടെ നോക്കിയ ഇടങ്ങളിലൊക്കെയും ഈ വീണു കിട്ടിയ സുവർണ നിമിഷങ്ങളിൽ അർജുൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒടുക്കം എടി കൊച്ചേ എന്ന് അമ്മച്ചി അപ്പുറത്തു നിന്ന് വിളിച്ചപ്പോഴാണ് അവൻ്റെ വായ്ക്കുള്ളിൽ നുണഞ്ഞു നിന്ന് അവളുടെ ചുണ്ടുകളെ അവൻ വലിച്ചു വിട്ടത്. ഒന്നും സംഭവിക്കാത്ത പോലെ അർജുൻ ആദ്യം ഇറങ്ങി. അമ്മച്ചി, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. വളരെ സ്വാഭാവികതയോടെ വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത കുട്ടിയായി ആ ഷർട്ടിൻ്റെ കോളറുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. പക്ഷേ നയനക്ക് എന്തോ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത പോലെ. ആ ജാള്യത കൊണ്ട് തന്നെ അവൾ ആ വാതിൽ പിറകിലുണ്ട്. ഇവളിത് കൊളമാക്കും, അവൻ മനസ്സിലോർത്തു. അത്രക്ക് ദീനമൊന്നുമില്ല, തലവേദനയാ, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ത്രേസ്യ പുഞ്ചിരിയോടെ അവനുള്ള ചായ നീട്ടി. അവൾക്ക് മാസമുറയുടെ വേദനയാണെന്ന് പറയാനുള്ള മനക്കെട്ടിയൊന്നും അവർക്കില്ല. മമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അർജുനേട്ടാ? ആ മുറിയിൽ നിന്നൊന്ന് ഇറങ്ങി വരാൻ അവളും അർജുൻ്റെ അടവ് പയറ്റി. കുഴപ്പമുണ്ട്, അത് പറയാനും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുമാണ് ഞാൻ വന്നത്. അർജുൻ കയ്യിലെ ഗ്ലാസ്സിൽ നിന്നും ഒരു ചായ ഒരു മുറുക്ക് കുടിച്ച് കസേരയിലിരുന്നു. നയനയും ത്രേസ്യയും പരസ്പരം അമ്പരപ്പോടെ നോക്കി. അർജുൻ മമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരോട് വിവരിച്ചു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ അമ്മച്ചിയുടെ ദുരിതം ഓർത്ത് നയനയുടെ കണ്ണ് നിറഞ്ഞു. എന്തോ നയനക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നിയില്ല. രോഗിയും അശരണനുമായ ശത്രുവിനോട് പോലും വിദ്വേഷം കാണിക്കരുത് എന്നല്ലേ ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്? അവരുടെ സംസാരത്തിന് ഇടയിലേക്ക് കയറി വന്ന കോശി അർജുൻ പറയുന്നത് കേട്ടങ്ങനെ നിന്നുപോയി. അപ്പച്ചനെ കണ്ടൊന്ന് എഴുന്നേൽക്കാൻ പോലും വിസ്മരിച്ച അർജുനും. മമ്മയുടെ അവസ്ഥ, ആ കിടപ്പ്, അവരോട് അതെല്ലാം വിവരിക്കുമ്പോൾ ആ കാഴ്ചകൾ മനസ്സിലേക്ക് വരികയാണ്. അർജുൻ്റെ ഹൃദയമിടിപ്പേറുന്നത് പോലെ അവന് തോന്നി. അവരുടെ മുമ്പിൽ ഇരുന്ന് കരയേണ്ടി വരുമോ എന്ന ഭയവും അവൻ അലട്ടി. അപ്പച്ച, ഞാൻ അവളെ കൊണ്ടുപോയിക്കോട്ടെ? എൻ്റെ മമ്മയ്ക്ക് അവളെ കാണിച്ചിട്ട് ഞാൻ തിരികെ കൊണ്ടുവിടാം. പതിയെ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അർജുൻ കോശിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. കുഞ്ഞുമോളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിധയുടെ കോൾ അവനെ തേടിയെത്തിയത്. അർജുൻ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? നമുക്ക് കളയാൻ സമയമില്ല. മമ്മയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അർജുൻ, ഇനി അവൾക്ക് തിരിച്ചൊരു ജീവിതമില്ല. നയനയും കൂട്ടി ഉടനെ വരണം. ഇനിയും വൈകിയാൽ ഒരു പക്ഷേ. മുഴുമിപ്പിക്കാൻ കഴിയാതെ നിധ വിതുമ്പിപ്പോയി. നിധയുടെ തേങ്ങലുകൾക്കിടയിൽ അവരുടെ വാക്കുകൾക്ക് മൗനമായി കാതോർത്തുകൊണ്ട് അർജുനും നിശ്ചലനായി നിന്നു. മമ്മ നിസ്സഹായതയോടെ അവനെ നോക്കിയത്, ആ കൈയെത്തിപ്പിടിച്ചു അതിൽ ചുംബിച്ചത്. അവർ തൻ്റെ മമ്മയല്ലേ? അവർ തന്നോട് ചെയ്തു കൂട്ടിയ ദുഷ്ടതകൾ മനസ്സിലേക്ക് ഇങ്ങനെ പാഞ്ഞടുക്കുമ്പോൾ എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ കഴിയുക? അർജുനെ തന്നെ വീക്ഷിച്ചു നിൽപ്പാണ് കുഞ്ഞുമോൾ. ആ മിഴികൾ നിറയുകയാണോ എന്നാണ് അവൾ ആകുലതയോടെ നോക്കിക്കാണുന്നത്. ഏട്ടൻ കരയാണോ? കുഞ്ഞുമോളുടെ ചോദ്യം കേട്ട് അവനൊന്ന് ഞെട്ടിയ പോലെ കുഞ്ഞുമോളെ നോക്കി. അതെ, തൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, താൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ കുഞ്ഞുമോളോടില്ലെന്ന് തലയാട്ടി. പറയാൻ വരുന്ന വാക്കുകളെ വിതുമ്പുന്ന അധരങ്ങൾ കീഴടക്കിയിരുന്നു.
അവളെ ചേർത്ത് പിടിച്ചു. അതുവരെ പിടിച്ചു കെട്ടിയ ദുഃഖങ്ങളെ മെഴിനീരാൽ കഴുകിക്കളഞ്ഞു. അർജുന! ഗേറ്റ് തുറന്നു വരുമ്പോൾ തന്നെ ഉറക്കെ വിളിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ തോമസ് വന്നു. അർജുൻ കുഞ്ഞുമോളുടെ തോളിൽ നിന്ന് കൈയെടുത്തു ആ വിളി കേട്ട ഭാഗത്തേക്ക് നോക്കി. കുഞ്ഞുമോൾ എഴുന്നേൽക്കുന്നത് നോക്കി കൂടെ എഴുന്നേറ്റു. അതിനിടയിൽ കണ്ണും മൂക്കും തുടക്കാനും മറന്നില്ല. ഇത് എപ്പോൾ എത്തി? ആരും ഒന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കാണോ? തോമസ് അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. തോമസിന് അവന് വലിയ കാര്യമാണ്. അത് അവൻ്റെ വലുപ്പം അറിഞ്ഞിട്ടുള്ള ഇഷ്ടം തന്നെ. അവൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഇനി അർജുൻ വരുമ്പോൾ കെട്ട് നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും അവൻ്റെ കുടുംബം കൂടെ ഉണ്ടാകുമെന്നൊക്കെ ത്രേസ്യ പറഞ്ഞുള്ള അറിവുണ്ട്. ചേട്ടത്തി, ചെറുക്കൻ വന്നിട്ട് എന്നതാ കഴിക്കാൻ കൊടുത്തത്? ഇതും ചോദിച്ചുകൊണ്ട് തോമസ് അകത്തേക്ക് കയറിപ്പോയി. അർജുൻ കുഞ്ഞുമോളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. കുഞ്ഞുമോൾ അവനെ ചിരിയോടെ നോക്കി നിന്നതും അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ത്രേസ്യയും നയനയും അവിടെ നിൽപ്പുണ്ട്. കൊച്ചന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിപ്പാണ്. ത്രേസ്യ നെടുവീർപ്പിട്ടു. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി കഴിക്കാൻ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാധനങ്ങൾ എന്നതൊക്കെ ഇരിപ്പുണ്ട്. ഇല്ലെങ്കിൽ പറ, ഞാൻ കൊണ്ടുവരാം. ഇനിയിപ്പോൾ വെക്കാനൊന്നും നിൽക്കണ്ട. തോമസ് നയനയെ ഒന്ന് നോക്കിക്കൊണ്ട് തുണി മാടിക്കുത്തി പോവാൻ ധൃതി കൂട്ടി. കഴിക്കാൻ നിൽക്കാനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് പോകണം, അവിടെ വേഗം തിരിച്ചെത്തണമെന്നുണ്ട്. അർജുൻ അങ്ങോട്ട് വന്ന് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു തിരികെ നടന്നു. അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. സംസാരിക്കാൻ പോലും ആവാതെ അവൻ തളർന്നിരിക്കുന്നു. ആരുടെ മുഖത്ത് നോക്കാതെ ഗൗരവത്തിൽ പറഞ്ഞത് കേട്ട് അവരും ആകെ അങ്കലാപ്പിലായി. നയനക്ക് മനസ്സിലാവും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ചേട്ടത്തി എന്നതൊക്കെയാ ഈ പറയുന്നേ? കെട്ട് കഴിയാണ്ട് എങ്ങനെ അവൻ്റെ കൂടെ കൊച്ചൊറ്റയ്ക്ക് പോകും? ത്രേസ്യയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞതും തോമസ് ഉടനെ ചോദിച്ച്. കെട്ട് കഴിയാണ്ട് തന്നെയല്ലേ അവർ രണ്ടാളും ഇങ്ങോട്ട് വന്നത്? കോശിയും അവരുടെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് വന്നു. അപ്പച്ചൻ അങ്ങനെ പറഞ്ഞതും നയനയ്ക്ക് ശ്വാസം വിലങ്ങിപ്പോയി. അവരെ പറഞ്ഞു വിട്ടേക്ക്. ഇനി നമ്മൾ സമയം വൈകിപ്പിച്ച് അവൻ്റെ അമ്മച്ചിയുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം വേണ്ട. കോശി ഉറച്ച തീരുമാനത്തിലായിരുന്നു. കോശി അവർക്കാർക്കും മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറി ചെന്നതും അർജുന ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ മുഖം കെട്ടി വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവൻ കേട്ടെന്ന് ഉറപ്പ്. സമയം ഒരുപാട് വൈകി. ഈ സമയത്ത് പുറപ്പെട്ടാൽ എങ്ങനെയാ കൊച്ചനെ? അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിന് പൊക്കോളാം അപ്പച്ച. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നതും അങ്ങനെയാണ്, അർജുൻ വിനയത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും കോശിയോളം അവനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണ്? അപ്പോൾ കൊച്ചൻ വന്ന കാറ്? അത് റെൻ്റാണ്, തിരിച്ചേൽപ്പിക്കണം. അവിടെയുള്ളവരുടെ മനസ്സിൽ ഓരോ ആദികളാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത ഓരോരോ ചിന്തകളെ. എങ്കിലും അർജുൻ അവർക്ക് വിശ്വാസമാണ് അർജുനെ. ഇനി എന്നും അർജുൻ മാത്രമേ അവൾക്കുള്ളെന്ന് എന്തോ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയും വൈകിപ്പിക്കേണ്ട കൊച്ചേ. എടുക്കാനുള്ളതൊക്കെ എടുത്ത് റെഡിയായിക്കോ. മുറിയുടെ വാതിലിനരികിൽ നിൽക്കുന്ന നയനയോട് കോശി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലിൽ വെച്ച് അവളുടെ വലിയ ഹാൻഡ് ബാഗ് എടുത്തു. കുഞ്ഞുമോളുടെ നെറുകയിൽ തലോടി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. അവളെ നോക്കിക്കോണേ കൊച്ചനെ. ത്രേസ്യ വിതുമ്പൽ അടക്കിക്കൊണ്ട് അർജുനോട് പറഞ്ഞു. നിങ്ങളാരും വിഷമിക്കേണ്ട, ഞങ്ങൾ ഉടനെ തിരിച്ചു വരും. അർജുനും നയനയും കാറിൽ കയറിപ്പോകുന്നത് അവർ നോക്കി നിന്നു. എനിക്ക് തോന്നുന്നത് ഈ കെട്ടിപ്പോൾ അടുത്തൊന്നും നടക്കില്ലെന്നാ. ഇനിയിപ്പോൾ ആ വയ്യാണ്ട് കിടക്കുന്ന അമ്മച്ചി എന്തെങ്കിലും പറ്റിയാലോ? തോമസ് കൈകൾ രണ്ടും പിറകിലേക്ക് മിടച്ച് കെട്ടി പിറകിലുള്ളവരെ നോക്കാതെ ആ ഗേറ്റ് കടന്നു പോകുന്ന കാറ് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. കോശിയുടെ ദുഃഖം നിറഞ്ഞ മുഖത്തേക്ക് ത്രേസ്യ നോക്കി. കാർ എയർപോർട്ട് ലക്ഷ്യം വെച്ച് കുതിക്കുകയാണ്. ആ സമയം തന്നെ നിധയുടെ മെസ്സേജുകൾ ഫോണിൽ വരുന്നുണ്ട്. അർജുൻ ആ മെസ്സേജ് നോക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കും. അത് കഴിഞ്ഞ് ഡാഷ്ബോർഡിലേക്ക് എറിയും. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നീരജയുടെ ആരോഗ്യനില വഷളായെന്നും അതിനാൽ അവരെ വീണ്ടും ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നും അറിയാൻ കഴിഞ്ഞു. തുടരും.